പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ബയോളജിയുടെ പുതിയ SSCRT 10ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന ലെസൺ വന്നിട്ട് ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ലെസൺ ആണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾക്ക് ബയോളജിയില് പുതിയ SSCRTയില് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കേണ്ട ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ലെസൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് കേട്ടോ. ഇത് ഇന്ദ്രജാലം എടുത്തു കഴിഞ്ഞു, നിവർന്നു നിൽക്കാൻ കഴിഞ്ഞു, ജീവന്റെ കുഞ്ഞറകൾ കഴിഞ്ഞു, അതേപോലെ ആഹാരത്തിലൂടെ ആരോഗ്യം കഴിഞ്ഞു, മനുഷ്യ ശരീരം ഒരു വിസ്മയം കഴിഞ്ഞു, മനുഷ്യ ശരീരം ഒരു വിസ്മയം ദഹനവും ശ്വസനവും കഴിഞ്ഞു, ജീവന്റെ ഉത്ഭവം ജീവികളുടെ കഴിഞ്ഞു, കോശങ്ങളും കോശജാലങ്ങളും കഴിഞ്ഞു, കുഞ്ഞായി മാറുന്ന കോശങ്ങൾ അതും കഴിഞ്ഞു അല്ലെ. ഇത്രയും ലെസൺസ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ പഠിച്ചു കഴിഞ്ഞ ലെസൺ ആണ്. ഇന്ന് എടുക്കാൻ പോകുന്ന ലെസൺ വന്നിട്ട് 9ാം ക്ലാസ്സിലെ ജീവൽ പ്രക്രിയകളിലേക്ക് കേട്ടോ. കാരണം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ഭാഗങ്ങളും ലെസൺസ് എടുത്ത് പഠിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ സിലബസ് എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ സിലബസിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ എന്തൊക്കെയാണ് ചാപ്റ്ററുകൾ ന്യൂ SSCRTയിലുള്ളത് അത് പഠിക്കുക. അതാണ് പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് ജീവൽ പ്രക്രിയകളിലേക്ക്, അതായത് കോശം ഉള്ള ലെസൺ എടുക്കാം. പിന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാ ലെസണും കൊടുത്തിട്ടുണ്ട്. അതേപോലെ പരിസ്ഥിതി ശാസ്ത്രത്തിൽ നിന്നും ബയോളജിയിൽ വരുന്ന ലെസൺസ് ഇവിടെ ഉണ്ട്. രോഗങ്ങളും രോഗകാരികളിലും വരുന്ന ലെസൺസ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഡെയിലി ഓരോ ലെസൺ വെച്ചിട്ട് എടുത്ത് പോവാം. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഇതിലെ കോശം, ജീവൽ പ്രക്രിയകളിലേക്ക്, അതായത് കോശം, അതിൽ നമുക്ക് പഠിക്കാനുള്ളത് മെറ്റബോളിസത്തെ കുറിച്ച് പറയുന്നുണ്ട്, ആന്തര പരിസ്ഥിതിയും സമസ്ഥിതിയെ കുറിച്ച് പറയുന്നുണ്ട്, പ്ലാസ്മ സ്ഥലത്തിലൂടെയുള്ള പദാർത്ഥ വിനിമയ പ്രക്രിയകളെ കുറിച്ച് പറയുന്നുണ്ട്, പ്രകാശ സംശ്ലേഷണവും പോഷകങ്ങളും സസ്യങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചും സംരക്ഷണത്തെ കുറിച്ചിട്ടും ഒക്കെ ഈ ലെസണിൽ നമുക്ക് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളായ കോശങ്ങളിലാണ് ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനങ്ങൾ ഏറെയും നടക്കുന്നത്. പ്രീവിയസ് ചോദ്യമാണ്. ജീവന്റെ അടിസ്ഥാന ഘടകം ഏത് എന്ന് കോശമാണ് കേട്ടോ. ജീവന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? കോശമാണ്. ബയോമോളിക്യൂളുകൾ എന്ന നിർമ്മാണ ഘടകങ്ങളും മറ്റു രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഒന്നാകെ മെറ്റബോളിസം എന്ന് അറിയപ്പെടുന്നു. എൻസൈമുകളും ഹോർമോണുകൾ എന്നീ ബയോമോളിക്യൂളുകളാണ് മെറ്റബോളിസത്തെ സഹായിക്കുന്നതും നിയന്ത്രിക്കുന്നതും. അപ്പൊ ബയോമോളിക്യൂളുകൾക്ക് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ എൻസൈമുകളും ഹോർമോണുകളുമാണ്. ഈ ബയോമോളിക്യൂളുകളാണ് എന്തിന് നമ്മൾ സഹായിക്കുന്നത്? മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നത് അല്ലെ. എന്താണ് മെറ്റബോളിസം, എന്താണ് കറ്റാബോളിസം, ഇതൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനങ്ങളെ അനാബോളിസം എന്നും വിഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെ കറ്റാബോളിസം എന്നും ഈ പ്രക്രിയയിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്ന രണ്ടെണ്ണമാണ് തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനമായ അനാബോളിസവും തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന പ്രവർത്തനമായിട്ടുള്ള കറ്റാബോളിസവും. മെറ്റബോളിസം സുഗമമായി നടക്കുന്നതിന് ആന്തര പരിസ്ഥിതി സ്ഥിരമായി നിലനിർത്തപ്പെടേണ്ടതുണ്ട്. ജന്തുക്കൾ കോശങ്ങൾക്കിടയിലുള്ള എക്സ്ട്രാ സെല്ലുലാർ ദ്രവം ആന്തര പരിസ്ഥിതിയുമായി വർത്തിക്കുമ്പോൾ സസ്യങ്ങളിൽ എക്സ്ട്രാ സെല്ലുലാർ ദ്രവവും കോശഭിത്തിയിലെ ഘടകവും വായു അറകളും ആന്തര പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ജന്തുക്കളിലാണെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ദ്രവം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ആന്തര പരിസ്ഥിതിയുമായിട്ട് വർദ്ധിക്കുന്നത്. എന്നാൽ സസ്യങ്ങളിൽ എക്സ്ട്രാ സെല്ലുലാർ ദ്രവവും ഉണ്ട്, കോശഭിത്തിയിലെ ഘടകവും ഉണ്ട്, വായു അറകളും ആന്തര പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ജന്തുക്കളിൽ ആന്തര പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നത് എന്താണ്? എക്സ്ട്രാ സെല്ലുലാർ ദ്രവമാണ്. എന്നാൽ സസ്യങ്ങളിൽ എക്സ്ട്രാ സെല്ലുലാർ ദ്രവവും ഉണ്ട്, കോശഭിത്തിയും ഉണ്ട്, വായു അറകളും ഉണ്ട്. ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെ സമസ്ഥിതി പരിപാലനം എന്ന് പറയുന്നു. മെറ്റബോളിസത്തിന് ആവശ്യമായ ഘടകങ്ങൾ കോശത്തിനുള്ളിലേക്ക് എത്തുന്നത് ആന്തര പരിസ്ഥിതിയിൽ നിന്നുമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് കോശ സ്തരത്തിലൂടെയാണ്. മെറ്റബോളിസം വേണം പറയില്ലേ നമുക്ക് ഓരോരുത്തർക്കും. മെറ്റബോളിസം വേണം. എന്താണിത്? ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, എന്താണ് ഇതൊക്കെ? ഗാഢതാക്രമത്തിന് വിപരീതമായി നടക്കുന്ന ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നിവ കോശസ്തരത്തിലൂടെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന പ്രക്രിയകളാണ്. അതായത് നമുക്ക് മനുഷ്യ ശരീരമാണെങ്കിലും ജന്തു ശരീരമാണെങ്കിലും സസ്യ ശരീരമാണെങ്കിലും ഇവിടെയൊക്കെ ഒരു മെറ്റബോളിസം നിയന്ത്രിക്കണമെങ്കിൽ മെറ്റബോളിസം ആവശ്യമാണ് അല്ലെ. അതിന് ആവശ്യമായ ഘടകങ്ങൾ എന്ത് ചെയ്യണം? കോശത്തിനുള്ളിലേക്ക് എത്തണം അല്ലെ. കോശത്തിനുള്ളിൽ എത്തിയാൽ മാത്രമാണ് മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. അപ്പൊ ആ മെറ്റബോളിസം ഉണ്ടാകണമെങ്കിൽ ആന്തര പരിസ്ഥിതിയിൽ നിന്നും എന്ത് ചെയ്യണം? കോശസ്തരത്തിലൂടെ അല്ലെ. അതായത് ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഗാഢതാക്രമത്തിന് വിപരീതമായി നടക്കുന്ന ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നിവ കോശസ്തരത്തിലൂടെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന പ്രക്രിയകളാണ്. പഠിച്ചു വെക്കണം. ഇതൊന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. കോശസ്തരത്തിലൂടെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായകമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. മെറ്റബോളിസത്തിന് വേണ്ട ബയോമോളിക്യൂളുകൾ പ്രധാനമായും, ബയോമോളിക്യൂളുകൾക്ക് ഉദാഹരണം എന്താ നമ്മൾ പറഞ്ഞത്? എൻസൈമുകളും ഹോർമോണുകളും അല്ലെ. എൻസൈം
എൻസൈമുകളും ഹോർമോണുകളും ഒക്കെ എന്തിന് ഉദാഹരണമാണ്? ബയോമോളിക്യൂളുകൾക്ക് ഉദാഹരണമാണ്. മെറ്റബോളിസത്തിന് വേണ്ട മോളിക്യൂളുകൾ പ്രധാനമായും പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങളാണ് നിർമ്മിക്കുന്നത് കേട്ടോ. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ നിർമ്മിക്കുമ്പോൾ മറ്റുള്ളവ സസ്യജന്തുകോശങ്ങളിൽ നിർമ്മിക്കപ്പെടുന്നു. സസ്യകോശങ്ങളിലെ ക്ലോറോപ്ലാസ്റ്റുകളിൽ വെച്ച് നടക്കുന്ന ആഹാര നിർമ്മാണ പ്രക്രിയയിൽ പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടം എന്നിങ്ങനെയുള്ള കറ്റാബോളിസവും അനാബോളിസവും സംഭവിക്കുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് പിന്നീട് കാർബോഹൈഡ്രേറ്റുകളായോ പ്രോട്ടീനുകളായോ കൊഴുപ്പായോ വിറ്റാമിനുകളായോ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ സംഭരിക്കപ്പെടുകയും ആഹാര ശൃംഖലകളിലൂടെ ജന്തുക്കൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു. പോഷക ഘടകങ്ങളും ഓക്സിജനും മാത്രമല്ല സാമ്പത്തിക പ്രാധാന്യമുള്ള വിഭവങ്ങളും സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കൂടാതെ ആഗോളതാപനം കുറയ്ക്കാനും പ്രകൃതി ദുരന്തങ്ങൾ തടയാനും ജൈവ വൈവിധ്യത്തിന്റെ കലവറയായി നിൽക്കാനും ഒക്കെ സസ്യങ്ങൾ സഹായിക്കുന്നുമുണ്ട്. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകരായി നിലകൊള്ളുന്നത് സസ്യങ്ങൾ. പ്രീവിയസ് ചോദ്യമാണ്. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകൻ ആരാണ്? സസ്യങ്ങൾക്കാണ്. ശോഷണം വരാതെ നോക്കേണ്ടതും നമ്മുടെ കടമയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇത്ര നേരം വായിച്ച കാര്യങ്ങളൊക്കെ അല്ലെ ചിലപ്പോ ഒന്നും ഒരു ഐഡിയയും കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാൽ നമുക്ക് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തു പഠിക്കാം കേട്ടോ. ജീവനുള്ളവയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നേരം പഠിച്ച പാരഗ്രാഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജീവനുള്ളവയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ചലിക്കും അല്ലെ. നമുക്ക് ചലിക്കാൻ കഴിയുന്നില്ലേ? നമുക്ക് പ്രതികരിക്കാൻ കഴിയും, ശ്വസിക്കാൻ കഴിയും, നമുക്ക് വളർച്ചയുണ്ട്, പ്രത്യുൽപാദനം തുടങ്ങിയവയൊക്കെ ജീവനുള്ളവയുടെ ലക്ഷണങ്ങളാണ്. ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം പ്രീവിയസ് ചോദ്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കോശങ്ങളാണ്. കേംബ്രിഡ്ജിലെ ഗവേഷകർ ജനിതക എഞ്ചിനീയറിംഗിലൂടെ കൃത്രിമമായി നിർമ്മിച്ചത് ഏത് ജീവിയാണ്? ഏതാണ്? ഈ കോളി എന്ന തരം ബാക്ടീരിയ ആണ്. വെരി ഇമ്പോർട്ടന്റ്. 2025 ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിരുന്നു ഇത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. അതായത് ജനിതക എഞ്ചിനീയറിംഗിലൂടെ കൃത്രിമമായി നിർമ്മിച്ചത് ഏത് ജീവിയാണ്? കേംബ്രിഡ്ജിലെ ഗവേഷകർ. ഈ കോളി എന്ന ബാക്ടീരിയ ആണ്. ഈ കോളി എന്ന ബാക്ടീരിയ. ഇനി എന്താണ് ബയോമോളിക്യൂൾ അല്ലെ? എൻസൈമുകളും ഹോർമോണുകളും ഒക്കെ നമ്മൾ ബയോമോളിക്യൂളുകളാണെന്ന് പറയും. എന്താണ് ബയോമോളിക്യൂൾ? എന്താണ് ബയോമോളിക്യൂൾ? കോശഘടനയ്ക്കും ജീവൽ പ്രക്രിയയ്ക്കും ആവശ്യമായ കാർബോഹൈഡ്രേറ്റും ലിപ്പിഡും പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡും എന്നിവയൊക്കെയാണ് ബയോമോളിക്യൂൾ എന്ന് പറയുന്നത്. ഇവ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ഓക്കെയാണോ? അപ്പൊ എന്താണ് ബയോമോളിക്യൂളുകൾ? അപ്പൊ ഓരോ ജീവൽ പ്രക്രിയകൾക്കും അല്ലെ, സസ്യങ്ങളാണെങ്കിലും ജന്തുക്കളാണെങ്കിലും മനുഷ്യനാണെങ്കിലും ഒക്കെ അവരുടെയൊക്കെ കോശങ്ങളുടെ ഘടനയ്ക്കും ജീവൽ പ്രക്രിയകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇത്. കാർബോഹൈഡ്രേറ്റുകളും ലിപ്പിഡുകളും പ്രോട്ടീനുകളും ന്യൂക്ലിക് ആസിഡും എന്നിവയൊക്കെയാണ് ബയോമോളിക്യൂൾ. ചിലപ്പോൾ താഴെ തന്നിട്ടുള്ളത് ബയോമോളിക്യൂളുകളിൽ വരാത്തത് ഏതെന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ലിപ്പിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് കേട്ടോ. ഇനി ബയോമോളിക്യൂളുകൾക്ക് ഉദാഹരണത്തിൽ ഓരോന്നോരോന്ന് എന്താണ് കാർബോഹൈഡ്രേറ്റ്, എന്താണ് ലിപ്പിഡ്, എന്താണ് പ്രോട്ടീൻ എന്നൊക്കെ പഠിക്കാം. അപ്പൊ ബയോമോളിക്യൂളുകൾക്ക് ഉദാഹരണമാണ് ഒന്ന് കാർബോഹൈഡ്രേറ്റ് അല്ലെ. കാർബോഹൈഡ്രേറ്റ് രൂപത്തിൽ കാണപ്പെടുന്ന സാധനങ്ങളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഇതൊക്കെ കാർബോഹൈഡ്രേറ്റിന് ഉദാഹരണമാണ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച് എന്താ? അന്നജം അല്ലെ. സെല്ലുലോസ്, ഇതൊക്കെ കാർബോഹൈഡ്രേറ്റിന് ഉദാഹരണമാണ്. ഇനി എന്താണ് ലിപ്പിഡ്? എന്താണ് ലിപ്പിഡ്? കൊഴുപ്പുകളും എണ്ണകളും ആണ് ലിപ്പിഡ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് പ്രോട്ടീനുകള്? എൻസൈമുകളും ഹോർമോണുകളും ആന്റിബോഡികളും. എൻസൈം, ഹോർമോണ്, ആന്റിബോഡികളെല്ലാം പ്രോട്ടീൻ ഉദാഹരണമാണ്. ഇനി ന്യൂക്ലിക് ആസിഡുകൾക്ക് ഉദാഹരണമാണ് DNA-യും RNA-യും. മറക്കരുത്, ബയോമോളിക്യൂളുകൾ എന്ന് പറഞ്ഞാൽ കോശഘടനയ്ക്കും ജീവൽ പ്രക്രിയകൾക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ബയോമോളിക്യൂളുകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്. കാർബോഹൈഡ്രേറ്റിന് ഉദാഹരണമാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, സൂക്രോസ് എന്നിവ. ഇനി ലിപ്പിഡിന് ഉദാഹരണമാണ് കൊഴുപ്പും എണ്ണയും. പ്രോട്ടീൻ ആണെങ്കിൽ എൻസൈമുകളും ഹോർമോണുകളും ആന്റിബോഡികളും. ന്യൂക്ലിക് ആസിഡിന് ഉദാഹരണമാണ് DNA-യും RNA-യും. വിറ്റമിനുകൾ അമിനോ ആസിഡ്, ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, ക്ലോറോഫിൽ, ലാക്ടോസ്, മാൾട്ടോസ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, ആൽബുമിൻ, ബിലിറുബിൻ മുതലായവയെല്ലാം ബയോമോളിക്യൂളുകളാണ്. പഠിച്ചോളണേ. വിറ്റാമിനുകൾ, അമിനോ ആസിഡ്, ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, ക്ലോറോഫിൽ, ലാക്ടോസ്, മാൾട്ടോസ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, ആൽബുമിൻ, ബിലിറുബിൻ തുടങ്ങിയവയെല്ലാം ബയോമോളിക്യൂളുകൾക്ക് ഉദാഹരണമാണ്. ഇനി
എന്താണ് മെറ്റബോളിസം? നമ്മൾ നേരത്തെ മെറ്റബോളിസം വേണം എന്നൊക്കെ പറഞ്ഞു. എന്താണ് മെറ്റബോളിസം? ബയോമോളിക്യൂളുകൾ എന്ന നിർമ്മാണ ഘടകങ്ങളും, ബയോമോളിക്യൂളുകൾ എന്ന നിർമ്മാണ ഘടകം പറയുമ്പോൾ ഈ സാധനങ്ങളൊക്കെയും അല്ലേ, ഇതൊക്കെ എന്താണ്? ബയോമോളിക്യൂളുകളാണ് അല്ലെ. ഈ ബയോമോളിക്യൂളുകൾ എന്ന നിർമ്മാണ ഘടകങ്ങളും മറ്റ് രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനത്തിലൂടെയാണ് ജീവന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് അല്ലെ. ഓക്കെ, എന്താണ് ജീവന്റെ ലക്ഷണങ്ങൾ പ്രകടമാകണം? നമുക്ക് ഇപ്പൊ ഓരോ മനുഷ്യ ഇപ്പൊ നമ്മൾ ജീവനോടെ ഇരിക്കുന്നുണ്ട് അല്ലെ, നമുക്ക് എല്ലാം എനർജി വേണം അല്ലെ. പ്രോട്ടീന്റെ അളവ് കുറഞ്ഞാൽ എന്താകും? കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറഞ്ഞാൽ എന്താകും? ഓരോരോ വിളർച്ചകൾ ഓരോ നമ്മൾ കണ്ടിട്ടില്ലേ, ഓരോന്നിന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്നത്. പക്ഷേ നമുക്ക് ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പ്രവർത്തിക്കുള്ളൂ അല്ലെ. അപ്പൊ ബയോമോളിക്യൂളുകൾ എന്ന നിർമ്മാണ ഘടകങ്ങളും മറ്റു രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനത്തിലൂടെയാണ് ജീവന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഒന്നാകെയാണ് മെറ്റബോളിസം എന്ന് അറിയപ്പെടുന്നത്. ഉദാഹരണമാണ് പ്രകാശ സംശ്ലേഷണവും കോശ ശ്വസനവും. മെറ്റബോളിസത്തിന് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ പ്രകാശ സംശ്ലേഷണവും കോശ ശ്വസനവുമാണ്. ബയോമോളിക്യൂളുകൾക്ക് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, അതേപോലെ വിറ്റാമിൻ, അമിനോ ആസിഡ്, ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, ക്ലോറോഫിൽ, ലാക്ടോസ്, മാൾട്ടോസ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, ആൽബുമിൻ, ബിലിറുബിൻ. ഈ ആ പാരഗ്രാഫിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ ഉണ്ട് കേട്ടോ, പേടിക്കണ്ട. രണ്ടു തരം മെറ്റബോളിസം ഉണ്ട്, അനാബോളിസവും കറ്റാബോളിസവും. നമ്മൾ നേരത്തെ പഠിച്ചു. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനം കൂട്ടിച്ചേർക്കുന്നതാണെങ്കിൽ അനാബോളിസം, തന്മാത്രകളെ വിഘടിപ്പിക്കുന്നതാണെങ്കിൽ അത് കറ്റാബോളിസമാണ്. അനാബോളിസത്തിന് ഉദാഹരണമാണ് പ്രകാശ സംശ്ലേഷണം വഴി കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. പഠിച്ചു വെച്ചോളണം കേട്ടോ. അടുത്ത ഒരു എക്സാം ക്വസ്റ്റ്യൻ വന്നിട്ട് അയ്യോ ഞാൻ അന്ന് പഠിച്ചതാണ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും PSC എക്സാം നടത്തി തരുമൊന്നുമില്ല, കയ്യിൽ നിന്ന് മാർക്കും പോകും. ശ്രദ്ധിച്ചു പഠിക്കും. അനാബോളിസം എന്ന് പറഞ്ഞാൽ തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനമാണ്. പ്രകാശ സംശ്ലേഷണം വഴി കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ട്, മനസ്സിലാകുന്നുണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നതാണ് അനാബോളിസം. എന്നാൽ കറ്റാബോളിസം തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ്. പ്രോട്ടീൻ വിഘടനം വഴി അമിനോ ആസിഡുകൾ ലഭ്യമാകുന്നതാണ് കറ്റാബോളിസം എന്ന് പറയുന്നത്. മെറ്റബോളിസത്തെ സഹായിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യാനായി കോശങ്ങളിൽ രൂപപ്പെടുന്ന ബയോമോളിക്യൂളുകൾ ഏവ ഓരോന്നും എപ്രകാരമാണ് സഹായിക്കുന്നത്? അതിൽ നമുക്ക് എൻസൈമുകളും ഹോർമോണുകളും നമുക്ക് നോക്കാം. മെറ്റബോളിസത്തെ സഹായിക്കാനും നിയന്ത്രിക്കാനുമായിട്ടുള്ള ബയോമോളിക്യൂളുകളാണ് ഏത്? എൻസൈമുകൾ. നമ്മൾ നേരത്തെ കുറെ ബയോമോളിക്യൂളുകൾക്ക് ഉദാഹരണം പഠിച്ചു. എന്നാൽ മെറ്റബോളിസത്തെ സഹായിക്കുകയും നിയന്ത്രിക്കാനും ചെയ്യാനായിട്ടുള്ള ബയോമോളിക്യൂളുകളാണ് എൻസൈമുകൾ, ഹോർമോൺ. എൻസൈമുകൾ ജീവശരീരത്തിൽ നടക്കുന്ന വിവിധ രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഹോർമോണുകൾ ജീവപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യും. അപ്പൊ എന്താ നമ്മൾ എപ്പോഴും ബയോളജി ഒക്കെ പഠിക്കുമ്പോൾ എൻസൈം, ഹോർമോണുകൾ ഒക്കെ പഠിക്കാൻ. അപ്പൊ എന്താണ് എൻസൈം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഹോർമോൺ എന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ പറയാറ് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ചേഞ്ച് ആണ് അസുഖങ്ങൾക്ക് കാരണം. എന്താ ഹോർമോണ്? എന്താണ് എൻസൈം? എൻസൈം എന്താ? എൻസൈമുകൾ ജീവശരീരത്തിൽ നടക്കുന്ന, അതായത് ജീവനുള്ള ശരീരങ്ങളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത്. രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാനാണ് എൻസൈം എങ്കിൽ ഹോർമോണുകൾ എന്താണ്? ജീവപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യാനാണ് ഹോർമോൺ. മെറ്റബോളിസത്തെ സഹായിക്കുന്ന എൻസൈമുകൾക്ക് ഉദാഹരണം. ഓക്കെ, ഇവിടെ എൻസൈമും ഹോർമോണും നമ്മൾ എന്താണെന്ന് പഠിച്ചു. ഇനി മെറ്റബോളിസത്തെ സഹായിക്കുന്ന എൻസൈമുകൾക്ക് ഉദാഹരണമാണ് ഉമിനീരിലെ സലൈവറി അമിലേസും ആമാശയ രസത്തിലെ പെപ്സിൻ. മെറ്റബോളിസത്തെ സഹായിക്കുന്ന എൻസൈമുകൾക്ക് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ എൻസൈം ഉമിനീരിലെ സലൈവറി അമിലേസും ആമാശയ രസത്തിലെ പെപ്സിൻ എന്ന എൻസൈമുമാണ് ഉദാഹരണം. ഇനി മെറ്റബോളിസത്തെ സഹായിക്കുന്ന ഹോർമോണുകൾക്ക് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവ ആണ്. മറക്കരുത്. മെറ്റബോളിസത്തെ സഹായിക്കുന്ന ഹോർമോണുകൾക്ക് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനം നടത്തുന്ന ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയവ ആണ്. അടിസ്ഥാനപരമായി മിക്ക എൻസൈമുകളും എന്താണ്? പ്രോട്ടീനുകളാണ്. ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എൻഡോക്രൈൻ ഗ്രന്ഥികളാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകളുടെ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് അല്ലെ. ആ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. എൻഡോക്രൈൻ ഗ്രന്ഥി, ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. എന്നാൽ മിക്ക എൻസൈമുകളും എന്താണ്? ഒരു പ്രോട്ടീൻ ആണ്.
സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരും. എല്ലാ എൻസൈമുകളും പ്രോട്ടീനുകളും, മിക്ക എൻസൈമുകളും പ്രോട്ടീൻ ആണ് അല്ലെങ്കിൽ പ്രോട്ടീൻ അല്ല, ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത് വേറെ ഏതെങ്കിലും ഗ്രന്ഥി ഒക്കെ തരും. അതേപോലെ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ജീവികളുടെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും മെറ്റബോളിസത്തിന് ആവശ്യമായ ഏതെല്ലാം ഘടകങ്ങളാണ് ലഭിക്കുന്നത്? ജലം, ലവണങ്ങൾ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. ഇനി ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളിലും കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? അമീബയിൽ കോശസ്തരത്തിലൂടെ നേരിട്ട് പദാർത്ഥങ്ങൾ പ്രവേശിക്കുന്നു. അമീബയിൽ എങ്ങനെയാണ്? കോശസ്തരത്തിലൂടെയാണ് കേട്ടോ. അമീബയിൽ കോശസ്തരത്തിലൂടെയാണ് നേരിട്ട് പദാർത്ഥങ്ങൾ പ്രവേശിപ്പിക്കുന്നത്. ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ ജന്തുക്കളുടെ ആന്തര പരിസ്ഥിതിയായ കോശങ്ങൾക്കിടയിലെ ദ്രവത്തിൽ, അതായത് എക്സ്ട്രാ സെല്ലുലാർ ദ്രവത്തിൽ എത്തിച്ചേരുകയും അവ കോശസ്തരത്തിലൂടെ പ്രവേശിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങളിൽ കോശഭിത്തിയുടെയും കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെയും പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യപാതയിലൂടെയും പ്ലാസ്മ സ്ഥലത്തിലൂടെയും പദാർത്ഥങ്ങൾ പ്രവേശിക്കുന്നു. അപ്പൊ ബാഹ്യ പരിസ്ഥിതിയിൽ, അതായത് പുറം ഭാഗങ്ങളിൽ നിന്നും ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളിലും കോശവൃത്തിയിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെ എന്നാണ് ചോദ്യം. അമീബയിലാണെങ്കിൽ കോശസ്തരത്തിലൂടെ നേരിട്ട്. അമീബയിൽ. ഇനി ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ ജന്തുക്കളുടെ ആന്തര പരിസ്ഥിതിയായ കോശങ്ങൾക്കിടയിലെ ദ്രവത്തിൽ എന്ത് ചെയ്യും? എത്തിച്ചേരും. എന്നിട്ട് കോശസ്തരത്തിലൂടെ പ്രവേശിക്കുകയും ചെയ്യും. സസ്യങ്ങളിലാണെങ്കിൽ കോശഭിത്തിയിലൂടെയും കോശങ്ങൾക്കിടയിലെ സ്ഥലത്തിലൂടെയും പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാതയിലൂടെയും പ്ലാസ്മ സ്ഥലത്തിലൂടെയും പദാർത്ഥങ്ങൾ എത്തിച്ചേരും. ഇനി ഒരു സസ്യകോശത്തെ തൊട്ടടുത്ത കോശവുമായി ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏതാണ്? പ്ലാസ്മോഡെസ്മേറ്റ. ഒരു സസ്യകോശത്തെയാണ് കേട്ടോ. ഒരു സസ്യകോശത്തെ തൊട്ടടുത്ത കോശവുമായി ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത പ്ലാസ്മോഡെസ്മേറ്റ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ലെസണും എടുത്തു കഴിഞ്ഞു. ചിലപ്പോൾ 10ാം ക്ലാസ്സിന്റെ ഒക്കെ ലെസൺ ആകുമ്പോൾ വലിയ ലെസൺ ആയിരിക്കും. അപ്പൊ നമ്മളതിനെ 2 പാർട്ടാക്കിയിട്ടായിരിക്കും എടുക്കുക കേട്ടോ. പരമാവധി നോക്കാം, ഒറ്റ ക്ലാസ്സിന് പരമാവധി നോക്കാം. അത്രയും വലുതാണെങ്കിൽ മാത്രമാണ് അത് നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുള്ളൂ. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കൂട്ടുകാരെ കാണുന്ന സമയത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോക്ക് ഒന്ന് ഹൈപ്പ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.